ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കാൻ പോണത് പ്രകാശൻ നാണം കെട്ട് വരുന്ന പ്രൊമോ ആട്ടോ കാണിക്കാൻ പോണത്. അങ്ങനെ കല്യാണത്തിന് വീണ്ടും അണിഞ്ഞൊരുങ്ങി പ്രകാശം പോകുവാണ്. പ്രകാശം പോയി കഴിയുമ്പോഴേക്കും അവിടെ പെണ്ണും വരില്ല, ആരും വരില്ല. പ്രകാശം വീണ്ടും ചമ്മി നാണം കെടുവാണ്. അതേസമയം നമ്മുടെ സരിയുവാണെന്നുണ്ടെങ്കിലോ സത്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കുന്ന സമയവും കൂടിയാണ് വരാൻ പോണത്. കാരണം മനോഹറിനെ മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, 10 പൈസ തനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള സത്യം മനോഹറിനെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ മനോഹർ എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിന്ന് പോവാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. പതുക്കെ പതുക്കെ മനോഹറിന്റെ സ്വഭാവം അങ്ങോട്ട് മാറി വരും കേട്ടോ. സരിവിനെ ചെറുതായിട്ടൊക്കെ അത് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. തന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞവർ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? അപ്പുറത്തെ കിരണും കല്യാണി റോട്ടിൽ കാണുന്നവർ പോലും പറയുന്നുണ്ട് മനുവേട്ടനെ ഒരു ഫ്രോഡാണെന്ന്. ഇനി അങ്ങനെ എങ്ങാനും ആയിരിക്കോ എന്ന് സരിവിന് ഒരു സംശയം തോന്നുവാണ്. സരിവ് ഇറങ്ങി പുറപ്പെടുവാണ് സത്യങ്ങൾ അറിയാനായിട്ട്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം സരിവ് അറിയുന്നത്. മനോഹർ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ലേ മിക്കി, ആ പെണ്ണായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കാൻ പോവാട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയുന്ന സരിയു ആകെ പൊട്ടിത്തെറിക്കുകയാണ്. മനോഹറിനെ അങ്ങനെ വെറുതെ വിടാനൊന്നും സരിയു വിചാരിക്കുന്നില്ല. കാരണം മറ്റു പെണ്ണുങ്ങളൊക്കെ മനോഹർ ഫ്രോഡാണെന്ന് പറഞ്ഞപ്പോഴേക്കും കരഞ്ഞും കാലം കഴിച്ചും ജീവിച്ചവരാണ്. പക്ഷെ സരിയു അങ്ങനെയല്ല, കുറച്ച് അഹങ്കാരവും കുറച്ചൊരു മറ്റുള്ള മുഖത്ത് എങ്ങനെ നോക്കുന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് സരിയു മനോഹറിനെ എന്തൊക്കെ വന്നാലും ഇയാൾ അനുഭവിച്ചേ പറ്റൂ എന്ന രീതിയിൽ മനോഹർ ഇനി ഒരാളെ കല്യാണം കഴിക്കുകയെങ്കിൽ തീർച്ചയായിട്ടും സരിയു മനോഹറിനെ ജയിലിലാക്കും. മാത്രമല്ല സരിയുവിനെ കല്യാണം കഴിച്ചിട്ട് മനോഹർ നന്നായെങ്കിൽ മനോഹറിനെ ആക്സെപ്റ്റ് ചെയ്തതന്നെ സരിയു. പക്ഷെ അപ്പോഴും നന്നായില്ലോ. സരിയു കൂടെ ഉള്ളപ്പോൾ തന്നെയല്ലേ നിഷേനെ വിവാഹം കഴിച്ചത്. അത് പോരാണ്ട് ഡോണനെ വിവാഹം കഴിക്കാനും പോയി. അപ്പൊ അത്ര ഒരു മോശപ്പെട്ട സ്വഭാവമാണ് മനോഹറിൻ്റെ എന്ന് മനസ്സിലാവാണ്. എന്നിട്ടിപ്പോൾ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നു. ഇത്ര വിവാഹം കഴിച്ച ആളെ ഒരു പ്രാവശ്യം പോലും എന്താ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ആലോചിച്ചിട്ട് സരിയു ആകെ അത്ഭുതപ്പെടുവാണ്. എന്തായാലും എൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും ഇയാളുടെ അന്ത്യം എന്ന് സരിയു തീരുമാനിക്കുകയാണ്. അങ്ങനെ മനോഹർ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രോഡ്, ആ ഒരു കല്യാണ വീരനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.